ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 50. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിലും അതുപോലെ തന്നെ യേശുവിൻ്റെ ജനന സമയത്തും കൂടാതെ യേശുവിൻ്റെ സ്നാനസമയത്തും ക്രിസ്തീയ സ്നാനത്തിൽ ഉപയോഗിക്കുന്ന വാചകം കർത്താവ് തന്നെ നൽകിയിരിക്കുന്നത് കണ്ടും നാം ഇതുവരെ ശ്രദ്ധിച്ചപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം 3 വ്യക്തികളായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പൗലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ വാക്യം കൊണ്ടും ദൈവം 3 പേരാണെന്ന് കാണുന്നു. അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ മറ്റൊരാൾ കൃപ നൽകുന്നു എന്നും മറ്റൊരാളുടെ കൂടെ നമുക്ക് കൂട്ടായ്മ യുക്തമാണെന്നും വിചാരിക്കേണ്ടതായി വരും. അത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു പറയുന്ന സാക്ഷ്യം നോക്കൂ. യോഹന്നാൻ 8-ാം അധ്യായം 17 മുതൽ 18 വരെയും 15-26, 1 യോഹന്നാൻ 5:6. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. മാത്രമല്ല, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇത് യേശു കർത്താവിൻ്റെ വാക്കുകളാണ്. ഇതുകൊണ്ട് ദൈവം ത്രിയേകമാണെന്ന് സ്പഷ്ടമാക്കുന്ന വാക്കുകളാണ് യേശു ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ തൃത്വോപദേശത്തെക്കുറിച്ച് ഒരു വാക്യത്തിൽ പോലും വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും നാം ഇതുവരെ കേട്ട വാക്യങ്ങളിലും അപ്പോസ്തലന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിലും അതൊരു മൂലോപദേശമായിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. തൃത്വോപദേശം അവരുടെ അനുഭവത്തിൽ നിന്ന് വളർന്നു വന്ന ഉപദേശമാണ്. അതൊരു അനുഭവമാണ്. വിശുദ്ധ പൗലോസ് മുതലായവരുടെ മനസ്സിൽ തൃത്വവിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ദൈവം നിർവഹിച്ച വേലയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളവ മനസ്സിലാക്കുക നമുക്ക് പ്രയാസമായിരിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പേരുകളിൽ അടങ്ങിയിരിക്കുന്ന ഇവർ മൂവരും ഈ അർത്ഥവും ഈ 3 പേർക്കുമുള്ള സംബന്ധവും എന്താണെന്ന് അറിയുന്നത് നമ്മുടെ ഒരു അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ബഹുദൈവാരാധനയും അതുപോലുള്ള വിശ്വാസവും പുലർത്തി വന്നിരുന്നു. എന്നാൽ ക്രിസ്ത്യാനിയായിട്ട് 25 വർഷം കഴിയുന്നു. ഇതുവരെ എൻ്റെ പ്രാർത്ഥനയിലോ ആരാധനയിലോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് 3 ആളുകളാണെന്നറിഞ്ഞിട്ടും ഈ 3ഉം ഏകദൈവമാണ് എന്ന് തന്നെ വിശ്വാസത്താൽ കാണാനും അതോടൊപ്പം ആരാധിക്കുകയും പ്രാർത്ഥിച്ചും ശുശ്രൂഷ ചെയ്തും വരുന്നത് എൻ്റെ അനുഭവമാണ്. ഈ അനുഭവം തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ നാമത്തിലുള്ള ത്രിയേക ദൈവവിശ്വാസം സകല ക്രിസ്ത്യാനികളിലും കുടികൊള്ളുന്നത്. AD 90കളിലേക്ക് വന്നപ്പോൾ സഭയിലേക്ക് വിവിധ ദുരുപദേശങ്ങളും തത്വചിന്തകളും ക്രിസ്തീയ ഉപദേശത്തിൽ സ്വാധീനം ചെലുത്തുവാൻ തുടങ്ങി. ഈ ദുരുപദേശങ്ങളെ ചെറുത്ത് സഭയുടെ വിശുദ്ധിയും ഉപദേശ നൈർമല്യതയും ഉയർത്തിപ്പിടിക്കുവാൻ യോഹന്നാൻ എഴുതിയ ഒരു ലേഖനമുണ്ട്, 1 യോഹന്നാൻ. അതിൻ്റെ ആദ്യ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, അക്കാലം മുതൽ പല വൈദിക പണ്ഡിതന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും ഈ ഉപദേശത്തെ വിവരിച്ച് കാണിക്കുന്നതിന് പ്രയത്നിച്ച് താർക്കിക ഗ്രന്ഥങ്ങളും തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും പല ദേശങ്ങളിലും പല ഭാഷകളിലും എഴുതിയിട്ടുണ്ടെങ്കിലും ഈ മർമ്മം എന്നേക്കും ഒരു മർമ്മം തന്നെയാണെന്ന് തീരുമാനിക്കാതെ തരമില്ല. തുടർന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.